പൂച്ചക്കുഞ്ഞ്. കോഴികളുടെ നാടായ കോഴിമടയിൽ സുന്ദരി എന്നു പേരുള്ള ഒരു കോഴിയമ്മ ഉണ്ടായിരുന്നു. സുന്ദരിയമ്മ എന്നാണ് എല്ലാവരും അവളെ വിളിച്ചിരുന്നത്. ഒരു ദിവസം സുന്ദരിയമ്മ തീറ്റ തേടി പോകുകയായിരുന്നു. അപ്പോൾ അയ്യോ രക്ഷിക്കണേ എന്നൊരു ശബ്ദം കേട്ടു. സുന്ദരിയമ്മ പോയി നോക്കുമ്പോൾ അതാ അവിടെ ഒരു ചെറിയ പൂച്ചക്കുഞ്ഞ്. അവൻ്റെ ദേഹത്ത് അവിടെവിടെയായി മുറിവുകളുണ്ട്. ഇത് കണ്ടപ്പോൾ കോഴിയമ്മക്ക് എന്തെന്നില്ലാത്ത അനുകമ്പ തോന്നി. സുന്ദരിയമ്മ അവനെ സ്വന്തം കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പച്ചില മരുന്ന് കെട്ടിവെച്ച് അവനെ ശുശ്രൂഷിച്ചു. മുറിവെല്ലാം ഉണങ്ങിയപ്പോൾ പൂച്ചക്കുട്ടി സ്വന്തം കഥ പറയാൻ തുടങ്ങി. മൊയിലാഞ്ചി മലയിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു. അവരുടെ മകനാണു ഞാൻ. ഒരു ദിവസം എന്നെ അയലത്തെ മടയിൽ താമസമാക്കിയിരുന്ന പാമ്പ് ആക്രമിച്ചു. ആ വിവരമറിഞ്ഞ് എൻ്റെ അമ്മ പാമ്പിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പാമ്പും അമ്മയും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. ആ പോരാട്ടത്തിൽ എൻ്റെ അമ്മ പാമ്പിനെ കൊന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അതാ വീട്ടുമുറ്റത്ത് നിറയെ പാമ്പുകൾ പത്തി വിടർത്തി നിൽക്കുന്നു. അവരെല്ലാവരും എൻ്റെ അമ്മയുടെ നേർക്ക് ചേറിയടുത്തു. അമ്മയ്ക്കു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ എൻ്റെ അമ്മയെ കൊല്ലുന്നത് കണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ആ ജീവനെ യാത്രയാക്കിയ അവർ എന്നെയും വെറുതെ വിട്ടില്ല. എന്നെയും ആ ദുഷ്ടന്മാരായ പാമ്പുകൾ വളരെയധികം ഉപദ്രവിച്ചു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഓടിത്തളർന്നപ്പോൾ ഞാനൊരു മരച്ചുവട്ടിലിരുന്നു. വീണ്ടും ഒരടി പോലും നടക്കാൻ എനിക്ക് വയ്യാതായിരുന്നു. അപ്പോഴാണ് ആരോ വരുന്ന ശബ്ദം ഞാൻ കേട്ടത്. മൂർഖൻ പാമ്പുകൾ എന്നെ തേടി വന്നതാണെന്നാണ് ഞാൻ കരുതിയത്. രക്ഷപ്പെടാനൊരു മാർഗം കണ്ടില്ല. ഭാഗ്യം എന്നെ തുണച്ചു. അത് മൂർഖൻ പാമ്പുകളായിരുന്നില്ല, നല്ലവളായ നിങ്ങളായിരുന്നു. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി. നിങ്ങളോടെനിക്ക് തീർത്താൽ തീരാത്ത അത്രയും നന്ദിയും കടപ്പാടുമുണ്ട്. ഞാനിതു മരണം വരെ മറക്കില്ല. അങ്ങനെ അന്ന് മുതൽ അവൻ സുന്ദരിയമ്മയുടെ കൂടെ താമസം തുടങ്ങി. ആദ്യം സുന്ദരിയമ്മ തീറ്റ തേടാൻ പോകും. സുന്ദരിയമ്മ വന്നാൽ പൂച്ചക്കുഞ്ഞ് പോകും. എന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം സുന്ദരിയമ്മ ഒരു മുട്ടയിട്ടു. എന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ കാവലാക്കി തീറ്റ തേടാൻ പോയി. ആ തക്കം നോക്കി ഒരു കുറുക്കൻ മുട്ട മോഹിച്ച് അവിടെ വന്നു. എന്നാൽ പൂച്ച കുറുക്കനെ ആട്ടിയോടിച്ചു. സുന്ദരിയമ്മ വന്നപ്പോൾ പൂച്ചക്കുഞ്ഞ് കുറുക്കൻ വന്നതും ഞാൻ അവനെ ആട്ടിയോടിച്ചതുമായ കഥ അവൾക്ക് പറഞ്ഞു കൊടുത്തു. സുന്ദരിയമ്മയ്ക്ക് അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. പൂച്ചക്കുഞ്ഞ് ഇല്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടൻ കുറുക്കൻ തൻ്റെ കുഞ്ഞിനെ ബാക്കി ആലോചിക്കാൻ സുന്ദരിയമ്മ അശക്തയായിരുന്നു. അവൾ പൂച്ചക്കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് മുത്തം വെച്ചു. വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഒരു പൂച്ചമ്മ അങ്ങോട്ട് വന്നു. പൂച്ചമ്മയെ കണ്ടപ്പോൾ പൂച്ചക്കുഞ്ഞിന് എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ തോന്നി. അപ്പോൾ സുന്ദരിയമ്മ ചോദിച്ചു, നിങ്ങൾ ആരാ? പൂച്ചമ്മ പറഞ്ഞു, എല്ലാം ഞാൻ പറയാം. എനിക്കൊരു കൊച്ചുമകനുണ്ടായിരുന്നു.
ആ മകനെ പാമ്പ് ഉപദ്രവിച്ചു. അപ്പോൾ ഞാൻ ആ പാമ്പിനെ കൊന്നു. പിറ്റേന്ന് എണീറ്റപ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് കുറേ പാമ്പുകൾ ഞങ്ങളെ ആക്രമിച്ചു. അവശയായ ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ചത്തതുപോലെ അവിടെ കിടന്നു. മകൻ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ അവൻ ഏതോ കോഴിയുടെ സംരക്ഷണയിലാണെന്ന് എനിക്കറിവ് കിട്ടി. ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങിയതാണ്. പൂച്ചമ്മ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും പൂച്ചക്കുഞ്ഞ് ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മേന്ന് വിളിച്ചു. അവർ അന്യോന്യം തിരിച്ചറിഞ്ഞു. പൂച്ചമ്മയും പൂച്ചക്കുഞ്ഞും സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. പിന്നെ സുന്ദരി അമ്മയുടെ കൂട്ടിൽ തന്നെ പൂച്ചമ്മയും മകനും താമസമാക്കി. സുന്ദരി അമ്മയുടെ മുട്ട വിരിഞ്ഞു ഒരു പെൺകുഞ്ഞ്. അവൾക്ക് അമ്മിണി എന്നു പേരിട്ടു. വിവാഹപ്രായമെത്തിയപ്പോൾ അമ്മിണിയും പൂച്ചക്കുട്ടിയുമായുള്ള വിവാഹം സമംഗളം നടന്നു. അപ്പോൾ സുന്ദരി അമ്മയും പൂച്ചമ്മയും ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു.